എടുക്കുന്നത്? ഞാൻ നിങ്ങളെ പറഞ്ഞു വിടുന്നില്ല. ഞാൻ കുട്ടീനെ പറഞ്ഞു വിടുന്നുണ്ട്. ഇല്ലല്ലോ, നിങ്ങളല്ലേ കുട്ടീനെ എടുക്കുന്നത്. വയനാട്ടെ ഹിജാബ് വിവാദത്തിന് അവസാനം എന്താണ് സംഭവിച്ചത്? തങ്ങളങ്ങനെ പറഞ്ഞിട്ടേയില്ല എന്ന് അവർ എല്ലാ രീതിയിലും വിളിച്ചു പറഞ്ഞു. സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിൽ ഞങ്ങൾ അങ്ങനെ ഒരു പരാമർശം നടത്തിയിട്ടേയില്ല എന്ന് പറഞ്ഞു. പക്ഷേ അപ്പോഴും ആ പ്രധാനാധ്യാപികക്ക് വിനയായി മാറിയത് അവരുടെ ഒരു വീഡിയോ ആണ്. ആ വീഡിയോ 8ന്റെ പണിയായി ഇപ്പോഴും നിൽക്കുന്നത് കൊണ്ട് തന്നെ പ്രധാനാധ്യാപിക നേരിട്ട് വന്ന് മാപ്പ് പറയണമെന്നാണ് എല്ലാവരും ഒറ്റക്കെട്ടായി പറയുന്നത്. ഇതിൽ എടുത്തു പറയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾ തിരിച്ചറിയണം. അവരോട് മാപ്പ് പറയാൻ വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ ആവശ്യപ്പെടുന്നത് ക്രിസ്ത്യൻ സമുദായമാണ്. നോക്കുക, അതൊരു വലിയ കാര്യമാണ്. അവർക്കിടയിൽ നിന്ന് ഒരു തെറ്റ് സംഭവിച്ചപ്പോൾ അത് ശരിയല്ല എന്നും ഹിജാബിനോട് വെറുപ്പ് പുലർത്തേണ്ട എന്നും വിദ്വേഷം കാണിക്കേണ്ട എന്നും പറയുന്നത് ക്രിസ്ത്യൻ സമൂഹമാണ്, ക്രിസ്ത്യൻ സമുദായമാണ്. അതാണ് മതേതരത്വം. അവർക്കിടയിലുള്ള പ്രശ്നങ്ങൾക്ക് വ്യക്തമായ പരിഹാരം കാണാൻ അവർ തന്നെ രംഗത്ത് വരുന്നു. അത് മാത്രമല്ല, ഇതൊരു പൊതുവികാരമായി മാറി. പ്രധാനാധ്യാപിക വീഡിയോയിൽ പറയുന്നത് ഒരു കാരണവശാലും ഷാളോ തലയിലിടാൻ ഒരു തട്ടം പോലും അനുവദിക്കുകയില്ല, TC എടുത്തു പോയിക്കോളൂ എന്നുള്ളതാണ്. ഇത് വ്യാപകമായിട്ടുള്ള പ്രതിഷേധത്തിന് കാരണമായപ്പോൾ SFI, യൂത്ത് ലീഗ്, MSF, STPI, DYFI അങ്ങനെ തുടങ്ങുന്ന എല്ലാ രാഷ്ട്രീയ പാർട്ടികളും വ്യക്തമായ പ്രതിരോധവുമായി, വ്യക്തമായ പ്രതിഷേധവുമായി സ്കൂൾ അധികൃതർക്കെതിരെ രംഗത്ത് വന്നു. യൂത്ത് ലീഗ് മാനേജ്മെന്റുമായി സംസാരിച്ചു, മാപ്പ് പറയണമെന്നുള്ള നിലപാടിൽ ഉറച്ചു നിന്നപ്പോൾ SFI ശക്തമായ പ്രതിഷേധവുമായി രംഗത്ത് വന്നു. വിഷയത്തിൽ കൃത്യമായ നടപടിയെടുക്കണമെന്ന് STPI ആവശ്യപ്പെട്ടു. അങ്ങനെ വ്യാപകമായിട്ടുള്ള പ്രതിഷേധം ഉയർന്നു വന്നു. കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും ഇത്തരത്തിലുള്ള പ്രതിഷേധം ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പ്രധാനാധ്യാപിക ഇങ്ങനെ ഒരു തിരിച്ചടി ഒരിക്കൽ പോലും പ്രതീക്ഷിച്ചു കാണില്ല. എല്ലാവരും ഐക്യകണ്ഠേന പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം, അല്ലെങ്കിൽ ട്രോൾ പേജുകളിൽ നിറഞ്ഞു നിന്ന ഒരു ട്രോൾ എന്ന് പറയുന്നത് ആ പ്രധാനാധ്യാപിക ഇട്ടിരിക്കുന്ന വസ്ത്രം തന്നെയാണ്. ആ വസ്ത്രം ഉപയോഗിച്ചുകൊണ്ട് മതപരമായ ഒരു വസ്ത്രം ധരിച്ച ഒരാൾക്ക്, മതപരമായിട്ടുള്ള ആചാരാനുഷ്ഠാനങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരാൾക്ക് മറ്റൊരു മതത്തിന്റെ അവകാശങ്ങൾ ചെയ്യാൻ അനുവാദം തരില്ല എന്ന് പറയാൻ എന്തർഹതയാണുള്ളത് എന്നാണ് എല്ലാവരും ഐക്യകണ്ഠേന ചോദിക്കുന്ന ചോദ്യം. ആ ചോദ്യത്തിന് പ്രസക്തിയുണ്ട് എന്നുള്ളത് അവർ തന്നെ തിരിച്ചറിയുകയും ക്രിസ്ത്യൻ സമൂഹത്തിനിടയിൽ നിന്ന് വ്യാപകമായിട്ടുള്ള പ്രതിഷേധം വരികയും ചെയ്തതിലൂടെ അവസാനം തനിക്ക് തെറ്റുപറ്റിപ്പോയി, താൻ അറിയാതെ പറഞ്ഞു പോയതാണ് എന്ന് ഏറ്റു പറയാൻ ആ സിസ്റ്റർ തയ്യാറായി. എന്തായാലും തെറ്റു പറ്റിയത് കൊണ്ട്, അത് തിരുത്താൻ തയ്യാറായത് കൊണ്ട് തീർച്ചയായും അങ്ങനെ അവർ മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ അവിടേക്ക് ഈ വിഷയം അവസാനിക്കണം. അതിനുശേഷം അവരെ ഒരു കാരണവശാലും ഈ വിഷയത്തിന്റെ പേരിൽ ട്രോളുകയോ അല്ലെങ്കിൽ മോശമായി ചിത്രീകരിക്കുകയോ ചെയ്യരുത്. കാരണം തെറ്റുകൾ ആർക്കും സംഭവിക്കാം. അവർക്കിടയിൽ നിന്ന് തന്നെ വളരെ ശക്തമായ പ്രതിഷേധങ്ങൾ ഈ വിഷയത്തിൽ ഉയർന്ന് മുന്നോട്ട് വന്നപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ഒരു വസ്തുത എന്ന് പറയുന്നത് ആ സ്കൂളിൽ നേരത്തെ തട്ടം അനുവദിച്ചിരുന്നു എന്നുള്ളതാണ്. പെടുന്നനെ ഇന്ത്യ രാജ്യത്തെ പലയിടങ്ങളിലും ഹിജാബുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ വരുമ്പോൾ ചില കോളേജുകൾ ഹിജാബ് വേണ്ട എന്ന് വെക്കുമ്പോൾ അത് തങ്ങളുടെ സ്കൂളുകളിലും നടത്താമെന്ന് ചിന്തിക്കുന്നത് എത്ര മോശമായ കാര്യമാണ്. എന്തായാലും ഒരു കാര്യം എടുത്തു പറയാൻ ആഗ്രഹിക്കുകയാണ്. അതായത് ഇത് കേരളമാണ്. ഇവിടെ ക്രിസ്ത്യാനിക്കോ മുസ്ലിമിനോ ഹിന്ദുവിനോ അവരുടെ ആചാരാനുഷ്ഠാനങ്ങൾക്ക് മേലിൽ ആരെങ്കിലും കടന്നു കയറിയാലോ മതമുള്ളവനും മതമില്ലാത്തവനും ഒറ്റക്കെട്ടായി പ്രതിരോധിക്കും. അത് തന്നെയാണ് വയനാട്ടെ ഹിജാബ് വിഷയത്തിൽ കാണാൻ വേണ്ടിയിട്ട് സാധിച്ചത്. എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ ഉടൻ പുറത്തു വരും. കേരളത്തിൽ ഹിജാബ് വിഷയവുമായി ബന്ധപ്പെട്ട് ഔദ്യോഗികമായി ഇങ്ങനെ ഒരു വാർത്ത സ്ഥിരീകരിച്ചത് വയനാട്ടെ മാനന്തവാടിയിലാണ് എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ്. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള. പറയേണ്ട കാര്യമായിരിക്കവേ കർണാടകയിലെ BJP സർക്കാർ ഈ ധീരമായ നിലപാടുകൾക്ക് മുന്നിൽ അടിപത